അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ തൃപ്പൂണിത്തുറക്കാരുടെ ഓണവും? എല്ലാവർക്കും ഇഷ്ടമായോ? ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ അല്ല, ഇന്ന് കല്യാണത്തിന്റെ ഷോപ്പിംഗ് വീഡിയോ ആണ്. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ വലിയ ഷോപ്പിംഗ് ഒന്നല്ല കേട്ടോ, ചെറിയ ഷോപ്പിംഗ് ആണ്. അപ്പോൾ കുറച്ചുപേരൊക്കെ കമന്റ് ചെയ്തിരുന്നു കല്യാണ ഷോപ്പിങ്ങിന്റെ വീഡിയോ ചേച്ചിയുടെ സാരി മാത്രമേ കാണിച്ചുള്ളൂ, ബാക്കിയുള്ള ഡ്രസ്സുകളൊന്നും കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബാക്കിയുള്ള ഡ്രസ്സുകളുടെ പർച്ചേസും കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ പർച്ചേസ് ഒന്നുമില്ല, രാവിലെ വൈകിട്ടിടാനുള്ള ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതൊക്കെ നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്യാം. എല്ലാവരും ഓണത്തിന്റെ ആ ഒരു ഹാങ് ഓവറിലിരിക്കല്ലേ, അപ്പോൾ എല്ലാവർക്കും കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ കറികളൊക്കെ ബാക്കിയില്ലേ. ഓണമൊക്കെ ആഘോഷിച്ച് നമ്മൾ ആസ്വദിച്ച് ഇരിക്കുന്ന സമയത്ത് വെറുതെ സമയം പോവാൻ എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കുറച്ച് ഡ്രസ്സുകൾ നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തതും, രണ്ടാമതുള്ള 1-2 ഡ്രസ്സ് മാത്രമേ ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായുള്ളൂ. അപ്പോൾ രണ്ടും ചേർത്ത് ഉള്ളതാണ് കല്യാണത്തിന്. അപ്പോൾ കുറെ പേർക്കൊക്കെ അറിയാം ഞാൻ കല്യാണത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞ് എന്നാണ് കല്യാണം എന്നുള്ളത്. നാളെയാണ് കല്യാണം. അപ്പോൾ ഇന്നിപ്പോ വീഡിയോയുടെ കമന്റ്സിന്റെ റിപ്ലൈ ഒക്കെ തരുന്നത് കുറച്ച് വൈകിട്ടാവട്ടോ, ഇല്ലെങ്കിൽ അടുത്ത ദിവസം റിപ്ലൈ തരുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് പോവാണ്. അപ്പോൾ പിന്നെ റിപ്ലൈ ഒന്നും തരാൻ സമയം ഉണ്ടാവില്ല, തിരക്കിലായിപ്പോ. അതും കൂടി പറയണം ആദ്യമേ തന്നെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്ക്, ഞാൻ തിരിച്ചു വന്നിട്ട് റിപ്ലൈ തരാം. അപ്പോൾ കല്യാണത്തിനുള്ള കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഷോപ്പിൽ പോയി വാങ്ങിക്കാൻ സമയം കിട്ടില്ല. മെയിനായിട്ട് കിച്ചസിനുള്ള ഡ്രസ്സുകൾ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാറില്ല, ഓൺലൈനായിട്ടാണ് വാങ്ങിക്കുക. അപ്പോൾ കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കുമ്പോൾ ഡ്രസ്സ് കൂടി കാണിക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെ എനിക്ക് റിക്വസ്റ്റുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എല്ലാം ഒരുമിച്ച് വന്നിട്ട് തുറക്കാന്ന് വെച്ചിട്ട് 2 ദിവസമായി ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഡ്രസ്സുകളൊക്കെ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് മാത്രമല്ല അന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കിച്ചൂസിൻ്റെ രാജീവേട്ടൻ്റെയും ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, രാജീവേട്ടൻ്റെ ഷർട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ നമുക്ക് പോയിട്ട് എടുക്കണം. ബാക്കിയുള്ള ഡ്രസ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ തുറക്കുമ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചുകൊണ്ട് തുറക്കാമല്ലോ എന്ന് വിചാരിച്ചു. കിച്ചൂസിൻ്റെ ഡ്രസ്സുകൾ മിക്കവാറും ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യുക, ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാറില്ല. ഇത് പാൻറ്റ്സാണ്. ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാൻ നിന്നുണ്ടെങ്കിൽ സമയം കിട്ടില്ല, അതുകൊണ്ടാണ് ഷോപ്പിൽ പോയി വാങ്ങിക്കാതെ വീട്ടിൽ നിന്നിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇത് രാജീവേട്ടൻ്റെ പാൻറ്റ്സാണ്. രാജീവേട്ടനില്ല, ഞങ്ങൾ രണ്ടിനും കൂടെ തുറന്നു നോക്കണ്ട. സെലക്ട് ചെയ്യാനുണ്ടായിരുന്നു, എന്താണെന്ന് പറയുക, സിൽവർ കളർ, ഒരു സിൽവർ ഗ്രേ ആൻഡ് സിൽവർ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഇതാണ്. പിന്നെ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാൻ സമയം കിട്ടിയാൽ വാങ്ങിക്കാം എന്ന് വിചാരിക്കുന്നു. സൈസൊക്കെ കറക്റ്റ് ആണെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ കിച്ചൂസിൻ്റെ ഡ്രസ്സിൻ്റെ ആണെങ്കിൽ സൈസ് അറിയാം, എപ്പോഴും വാങ്ങിക്കുന്നതുകൊണ്ട്. പക്ഷേ രാജീവേട്ടൻ്റെ മിക്കവാറും ഷോപ്പിൽ പോയിട്ട് തന്നെയാണ് വാങ്ങിക്കുക. ഈ പ്രാവശ്യം സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഷോപ്പിൽ പോകാൻ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഫ്രീ ആയി വരുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ തിരക്ക് കൂടുതലല്ലേ, ഓണമൊക്കെ ആയതുകൊണ്ട്. ഇതും രാജീവേട്ടൻ്റെ തന്നെയാണ്. എന്താ പറയുക, ഒരു ഗ്രീൻ, എന്താ പറയുക, ഗ്രീൻ അല്ല, ബ്രൗൺ ഗ്രീൻ മിക്സ് ആണിത്. ഒലിവ് എന്നാണ് കേട്ടോ ഇതിൽ എഴുതിയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, വളരെ സോഫ്റ്റ് ആണ്. ഇടുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. രാജീവേട്ടൻ ജീൻസും പാൻസും മാറി യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് രണ്ടും വാങ്ങിക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഇന്ന് വരെ സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഗിഫ്റ്റ് വാങ്ങിച്ചാൽ ശരിയാവില്ല. ഞങ്ങൾ ഇതുപോലെ ഓർഡർ ചെയ്യും. കിച്ചൂസും ഞാനും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ സർപ്രൈസ് ആയിരുന്നു. ഞാനും കിച്ചൂസും കൂടി ഇതുപോലെ ഇരുന്നിട്ട് ഓർഡർ ചെയ്യും. അവസാനം മെസ്സേജ് വരുമ്പോൾ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാനായിട്ട് വരുമ്പോൾ അവർ വിളിക്കുന്നത് രാജീവേട്ടനായിരിക്കും. അപ്പോൾ നമ്മുടെ സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞു പോകും. ഇത് കിച്ചൂസിൻ്റെ ആണ്. ഇതെന്തായിരുന്നു, എവിടെ ഓർക്കാം. കിച്ചൂസിൻ്റെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുത്തില്ല, ഓണക്കോടി എടുത്തിട്ടില്ല. അപ്പോൾ ബർത്ത്ഡേക്കും ഓണക്കോടി എപ്പോഴും ഞങ്ങൾ ബർത്ത്ഡേ ഓണക്കോടി എന്ന് പറഞ്ഞിട്ട് ഒന്ന് തന്നെയാണ് എടുക്കുക. 1-2 ഡ്രസ്സ് ഒരുമിച്ച് തന്നെയാണ് എടുക്കുക, 2 അടുത്തടുത്താണല്ലോ. അപ്പോൾ ഇത് പിന്നെ കല്യാണത്തിനും കൂടിയിട്ട് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കല്യാണത്തിന് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കുകയല്ലേ, അപ്പോൾ ബർത്ത്ഡേ എല്ലാം കൂടി ഒരുമിച്ച് വേണ്ട. 2-3 പേരുടെ ബർത്ത്ഡേ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ.
ഇതിപ്പോൾ ഞാനിട്ടാൽ എങ്ങനെയിരിക്കും? എനിക്ക് നല്ല ഭംഗി ഉണ്ടാവുന്നല്ലേ. നല്ല തണുത്ത ക്ലൈമറ്റിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയതാണ്. നല്ല കംഫർട്ടബിളാണ്, വളരെ സ്മൂത്താണ്. പക്ഷെ ഞാൻ ഇടാറില്ല കേട്ടോ. ഞാൻ ജീൻസും ടോപ്പൊക്കെ ഇടുമെങ്കിലും വീഡിയോയിലൊന്നും ഇടാറില്ല. പുറമേക്ക് പോകുമ്പോൾ ഇടയ്ക്കിടും. ഇത് കിച്ചൂസിന് തന്നെ കൊടുക്കാം. നല്ല കിച്ചൂസിൻ്റെ ഇനി ഉണ്ടായില്ല ഇവരെ. ഇവരൊക്കെ ഓർഡർ ചെയ്തപ്പോൾ എനിക്കും ഞാൻ ഓർഡർ ചെയ്തു കേട്ടോ. ഡ്രസ്സൊന്നല്ല, ഇവർ രണ്ടുപേരും വാങ്ങിക്കുമ്പോൾ പിന്നെ ഞാനായിട്ട് വാങ്ങിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാനും 1-2 സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട്. നമ്മൾ അങ്ങനെ എപ്പോഴും ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആളുകളല്ല. കിച്ചൂസിൻ്റെ ഡ്രസ്സ് ഓൺലൈൻ പർച്ചേസ് ചെയ്യുമെങ്കിലും ഞാൻ വല്ലപ്പോഴൊക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാറുള്ളൂ. പക്ഷേ ചില സാധനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യാനിരിക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നില്ലേ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ഓർഡർ ചെയ്യും. ഇതും കിച്ചൂസിൻ്റെ ഇനിയും വരാനുണ്ടെന്ന് തോന്നുന്നു. കിച്ചൂസിൻ്റെ ഇനിയും വരാനുണ്ട്. ഞാൻ മുഴുവൻ വന്നു എന്ന് വെച്ചിട്ടാണ് ഇതിപ്പോൾ തുറന്നത്. അപ്പോൾ അത് അടുത്ത ദിവസം കാണിക്കാം കേട്ടോ. ഇപ്പോൾ കിച്ചൂസിൻ്റെ സംഭവങ്ങൾ. കിച്ചൂസിന് ഇങ്ങനെയുള്ള കാർഗോസൊക്കെയാണ് ഇഷ്ടപ്പെടുക. ഇതൊന്നും ഞാൻ ഇട്ടുണ്ടെങ്കിലേ കറക്റ്റാവില്ല എനിക്ക്, എൻ്റെ ഡ്രസ്സുകൾ മാത്രം. പിന്നെ ഞാൻ മോഡേൺ ഡ്രസ്സുകൾ ഇടാറില്ലേന്ന് ചോദിച്ചിട്ടൊക്കെ കമൻസ് വരാറുണ്ട്. മോഡേൺ ഡ്രസ്സുകളൊക്കെ ഇടാറുണ്ട്, പക്ഷെ വളരെ കുറച്ചേ ഉള്ളൂ. നെക്സ്റ്റ് ഇതും കിച്ചൂസ് തന്നെയാണ്. എൻ്റെ ലാസ്റ്റ് ആണ്. ഇത് കിച്ചൂസ് തന്നെയാണ്. ഇതെന്താ പറയാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ ഓപ്പൺ ചെയ്യണേ. എങ്ങനെയുണ്ടെന്ന് പറയാം. തല തിരിഞ്ഞു പോയി എന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കൈക്ക് കറക്റ്റ് അല്ല, സ്യൂട്ടല്ല, പ്രശ്നം വരുന്നില്ലേ? അപ്പോൾ കുഴപ്പമില്ലല്ലോ. ഇതാ സ്വന്തം സാധനങ്ങൾ സ്വന്തമായിട്ട് എടുത്തോളൂ. ഇനി ഇതിൻ്റെ ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഇത്രയും വലിയ പാക്കിംഗ് ഒന്നും കണ്ടിട്ട് പഠിക്കുന്നില്ല കേട്ടോ. ചെറിയ സാധനങ്ങളേ ഉള്ളൂ. ഞാൻ ഓർഡർ ചെയ്ത് 2 വന്നിട്ടില്ല, ഒരെണ്ണേ ഉള്ളൂ. എൻ്റെ ആണ്, പക്ഷെ ഒരെണ്ണേ വന്നിട്ടുള്ളൂ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ഞാൻ ഓർഡർ ചെയ്തത് 2 വളയാണ് കേട്ടോ. 2 വള എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെയുള്ള പീസുകളൊക്കെ കാണുമ്പോൾ ഉണ്ടോ. ഇത് റോസ് ഗോൾഡാണ്. 2 പീസാണ്. പക്ഷെ നമ്മൾ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 പീസ് ഉള്ള പോലെ ഉള്ളൊരു ഇതാണ്. എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഓർഡർ ചെയ്തതാണ്. കൊള്ളാട്ടോ. ഇത് സ്റ്റോൺസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് കല്യാണത്തിനുള്ള കുറച്ച് ഷോപ്പിംഗ്. ഇതെല്ലാം കല്യാണത്തിൽ വിട്ടതല്ല, ഇവരുടെ ഡ്രസ്സുകൾ മാത്രമേ കല്യാണത്തിൽ വിട്ടതുള്ളൂ. അപ്പോൾ ഇനി ബാക്കി വരുമ്പോൾ ബാക്കി കാണിക്കാം. പിന്നെ രാജീവേട്ടന് ഷർട്ട് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഷർട്ട് എടുക്കാൻ പോകുമ്പോൾ പറ്റിയാൽ വീഡിയോ എടുക്കാം, ഇല്ലെങ്കിൽ ഷർട്ട് എടുത്തിട്ട് വന്നിട്ട് ഷർട്ടുകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. അപ്പോൾ ഇതാ കല്യാണത്തിൻ്റെ ബാക്കി ഷോപ്പിംഗ് കുറച്ചൊക്കെ നടത്തി. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയത് രാത്രിയായിരുന്നു, അതുകൊണ്ട് തന്നെ മഴയുമായിരുന്നു. അപ്പോൾ രാത്രി ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല, പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്ത് പോയതാണ്. ഇതാണ് രാജീവേട്ടൻ്റെ അടുത്തുള്ള ഷർട്ട്. രാവിലത്തേക്കാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എപ്പോഴാണ് ഇടുക എന്നൊന്നും അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഏകദേശം സാരിയായിട്ട് മാച്ചായിട്ടൊക്കെ വരും എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. എന്താണെന്ന് വെച്ചാൽ സാരി കൊണ്ടുപോയിട്ടൊന്നല്ല എടുത്തത്. ഷർട്ട് കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഷീമാട്ടിയിൽ പോയിട്ടാണ് എടുത്തത്. പിന്നെ ഇത് വൈകുന്നേരത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ എങ്ങനെ ഇടും എന്നൊന്നും അറിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു, കല്യാണമാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് തിരക്കിലാണ്, ഇന്നലെ ചിലപ്പോഴേ വീഡിയോ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ
കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരുടെയാണ് കല്യാണം, എന്താണ് ഇത്ര തിരക്കെന്നൊക്കെ പറഞ്ഞിട്ട്. കല്യാണം ചിറ്റയുടെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ 12 വർഷമായി ഞങ്ങളുടെ വീട്ടിലൊരു കല്യാണം കഴിഞ്ഞിട്ട്. ഇനിയിപ്പോൾ കല്യാണങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള തിരക്കുകളാണ്. കുറേ നാളുകളായിട്ട് ഒരുക്കം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഓണം ബ്ലോഗുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാത്തത് കൊണ്ട് ഓണത്തിൻ്റെ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. പ്ലീസ്. അപ്പോൾ ഇനി എല്ലാ വിശേഷങ്ങളും കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണ വിശേഷങ്ങളൊക്കെ കുറേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ വിശേഷങ്ങളും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം നമ്മുടെ ഓണം വ്ലോഗുമായിട്ട് കാണാം. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ.